നമ്മൾ എന്തുകൊണ്ട് തോറ്റു സഖാക്കളെ? കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി CPM-ന്റെ ജില്ലാ ഏരിയ കമ്മിറ്റികളിൽ നിന്നും ഒരേ സ്വരത്തിൽ ഉയരുന്ന ഏറ്റവും തീക്ഷ്ണമായ ചോദ്യമാണിത്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ പാർട്ടിയിൽ മുൻപൊന്നുമില്ലാത്ത വിധമുള്ള വലിയൊരു ആഭ്യന്തര കലഹത്തിനാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ്, 2025 തദ്ദേശ തിരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഇതാ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ്, മൂന്നിലും വലിയ തോൽവി തന്നെ. ഈ തോൽവിയുടെ ആഘാതത്തിലാണ് അണികൾ മുഴുവനും. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും നേരെയാണിപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും ഒരുപോലെ വിരലുകൾ ചൂണ്ടപ്പെടുന്നത്. അത് ആർക്കെതിരെ ആരോടാണ് ചോദ്യം ചോദിക്കേണ്ടതെന്ന പാർട്ടി അണികളുടെ ഉത്തമമായ ബോധ്യം തന്നെയാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ അക്ഷരാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ ഞെട്ടിക്കുന്നതാണ് കേട്ടോ. കഴിഞ്ഞ 5 വർഷമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചെത്തുന്ന സാധാരണക്കാർക്ക് പ്രവേശനമില്ലായിരുന്നു എന്ന ഗുരുതരമായ ആക്ഷേപമാണ് തലസ്ഥാനത്തെ പാർട്ടി നേതൃത്വം തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. വോട്ടിട്ട സമ്പന്നരെ മാത്രം ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു കോർപ്പറേറ്റ് ഓഫീസായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയെന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം. പണ്ട് ജനകീയതയുടെ പ്രതീകമായിരുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ന് സാധാരണക്കാരിൽ നിന്നും എത്രത്തോളം അകന്നുപോയി എന്നതിന്റെ ഏറ്റവും ശക്തമായൊരു തെളിവാണിത്. ഇതുകൊണ്ടും കാര്യങ്ങൾ തീരുന്നില്ല കേട്ടോ. ഭൂരിപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ തീവ്ര മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങളെ പാർട്ടി നിസ്സഹായതയോടെ നോക്കി നിന്നത് വൻ വീഴ്ചയാണെന്ന് മുതിർന്ന നേതാവായ VN വാസ്തവൻ തന്നെ ഇപ്പോൾ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. നവോത്ഥാന നായകനായ കുമാരനാശനേക്കാൾ കേമനാണ് വെള്ളാപ്പള്ളി എന്ന് പിണറായി വിജയൻ പറഞ്ഞത് ശുദ്ധ അസംബന്ധവും ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് നിരക്കാത്തതുമാണെന്നാണ് അണികൾ ഒന്നടങ്കം ഇപ്പോൾ പാർട്ടിക്കെതിരെ ആഞ്ഞടിക്കുന്നത്. ഈ അവിശുദ്ധ വിട്ടുവീഴ്ചകളാണ് പാർട്ടിയെ തകർത്തു തരിപ്പണമാക്കിയത്. മറുഭാഗത്ത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരെ കണ്ണൂരിൽ നിന്നും വലിയ തോതിലുള്ള പോസ്റ്ററുകളും ബാനറുകളും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. MV ഗോവിന്ദൻ ഒരു സമ്പൂർണ്ണ പരാജയമാണെന്നാണ് സൈബർ ഇടങ്ങളിലും അണികൾക്കിടയിലും ഉയരുന്ന പൊതുവായ ഒരു വികാരം. ഒന്ന് ചിരിക്കാനെങ്കിലും പഠിക്കൂ സഖാവേ എന്ന പരിഹാസമാണ് സ്വന്തം അണികളിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ഇപ്പോൾ കേൾക്കേണ്ടി വരുന്നത്. തളിപ്പറമ്പിൽ നിന്ന് തന്റെ ഭാര്യ PK ശ്യാമള മത്സരിച്ചപ്പോൾ എന്തുകൊണ്ട് പാർട്ടി സെക്രട്ടറി അത് തടഞ്ഞില്ല എന്ന ചോദ്യത്തിന് ആണധികാരം പ്രയോഗിക്കാൻ താൻ തയ്യാറായില്ലായിരുന്നു എന്ന വിചിത്രമായ മറുപടിയാണ് ഗോവിന്ദൻ മാസ്റ്റർ നൽകുന്നത്. കമ്മ്യൂണിസ്റ്റ് ധാർമ്മികതയുടെ നഗ്നമായ ലംഘനത്തെ ഒരു ഭർത്താവിന്റെ നിസ്സഹായാവസ്ഥയെ ചിത്രീകരിച്ച് രക്ഷപ്പെടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? തളിപ്പറമ്പിൽ ശ്യാമള തോൽക്കുമെന്ന പാർട്ടി റിപ്പോർട്ട് ഉണ്ടായിട്ടും അത് ടീച്ചറോട് പറഞ്ഞില്ലെന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ പാർട്ടിയേക്കാൾ വലുത് കുടുംബമാണെന്ന വിചാരത്തെ തന്നെയല്ലേ അടിവരയിടുന്നത്? CPM-ന്റെ ചരിത്രത്തിലില്ലാത്ത വിധം ഒരു ജില്ലാ കമ്മിറ്റി മറ്റൊന്നിനെതിരെ തിരിയുന്ന കാഴ്ചയ്ക്കും ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. കണ്ണൂർ പാർട്ടിയിലെ വിഭാഗീയതയും കൊഴിഞ്ഞുപോക്കും ചൂണ്ടിക്കാട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. AKG സെന്ററിലെ പ്രധാന തസ്തികകളെല്ലാം കൈയടക്കി പാർട്ടി പിടിച്ചടക്കാൻ കണ്ണൂർ ലോബി ശ്രമിക്കുന്നു എന്ന വികാരവും തിരുവനന്തപുരത്ത് അതിശക്തമാണ്. ഇതിനിടയിലാണ് തോൽവി പഠിക്കാൻ പാർട്ടി 34 ചോദ്യങ്ങളുള്ള ചോദ്യാവലി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. 62 ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻകാരും ലൈഫ് മിഷൻ ഗുണഭോക്താക്കളും പാർട്ടിക്ക് വോട്ട് ചെയ്തു എന്നാണ് പാർട്ടി ഇപ്പോൾ അന്വേഷിക്കുന്നത്. ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും പ്രഖ്യാപിച്ച് വോട്ട് വാങ്ങാമെന്ന CPM-ന്റെ വ്യാമോഹത്തിനാണ് ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ കടുത്ത തിരിച്ചടി നൽകിയിരിക്കുന്നത്. കേരളം ബീഹാറോ ഉത്തർപ്രദേശോ അല്ലെന്നും ഇവിടെ നടക്കുന്നത് രാഷ്ട്രീയ വോട്ടിംഗ് ആണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ CPM നേതൃത്വം ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പരിതാപകരമായ അവസ്ഥ. ഇത്രയൊക്കെ ജനരോക്ഷവും വിമർശനവും ഉയർന്നിട്ടും പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി ഏകകണ്ഠമായി തീരുമാനിച്ച പാർട്ടി നിലപാട് അണികളുടെ വികാരത്തെ നേതൃത്വം വിലക്കെടുക്കുന്നില്ല എന്നതിന്റെ ശക്തമായ തെളിവ് തന്നെയാണ്. നിലവിലെ നിയമസഭയിൽ ചരിത്രത്തിലാദ്യമായി BJPക്കും ഒരു നിയമസഭാ കക്ഷി നേതാവും ഓഫീസും ഉണ്ടായിരിക്കുന്നു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച സാധാരണക്കാരെ അരികിലേക്ക് ചേർത്ത് നിർത്താത്ത പിണറായി വിജയന്റെ ശൈലി ഇങ്ങനെ തുടർന്നാൽ യഥാർത്ഥ പ്രതിപക്ഷം ആരെന്നുള്ള ജനങ്ങളുടെ ചോദ്യത്തിന് CPM വലിയ വില തന്നെ നൽകേണ്ടി വരുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്.